So the second most important matter time management ആണ്. സോ എങ്ങനെ നമ്മൾ റിയലിസ്റ്റിക് ആയ രീതിയിൽ നമ്മളുടെ ടൈമിനെ നമ്മളുടെ സ്റ്റഡി സ്കെഡ്യൂൾ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റിയലിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ മാനേജ് ചെയ്യാൻ. അതായത് ഒരു ദിവസം 6 സബ്ജക്ട് പഠിക്കും അല്ലെങ്കിൽ 8 സബ്ജക്ട് പഠിക്കും എന്നൊന്നും പറഞ്ഞ് നമ്മൾ മാനേജ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഒരു ദിവസം 3 സബ്ജക്ട് അല്ലെങ്കിൽ 4 സബ്ജക്ട് അങ്ങനെ നമ്മളുടെ സ്കില്ലിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാനേഴ്സ്, ചെക്ക് ലിസ്റ്റ്, സ്റ്റഡി ആപ്സ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. സ്റ്റഡി ആപ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡെയിലി ടാസ്കുകൾ അതിൽ എനേബിൾ ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു കറക്റ്റ് ഫോളോ അപ്പ് കിട്ടും. നമ്മള് ഓരോരോ ടാർഗറ്റ്സ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ നമ്മളെ ഒരുപാട് സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു രീതിയിൽ പ്രോപ്പർ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, റെഗുലർ ഇന്റർവെൽസ് എടുത്ത് പഠിക്കുക, ബ്രേക്ക് കൊടുക്കേണ്ട സമയത്ത് ബ്രേക്ക് കൊടുക്കുക, ഇത്ര ദിവസം ഇത്ര സബ്ജക്ട് ഇത്ര ടോപ്പിക്സ് കവർ ചെയ്യുക എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, ഇതൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ആ കാര്യത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടൈം ടേബിളും ടൈം മാനേജ്മെന്റും കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റിനെ നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. ഇനി ആ മീറ്റ് ചെയ്ത ടാർഗറ്റിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണോ പോയത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനും നമുക്ക് പറ്റും. സോ ഇങ്ങനത്തെ ഓരോ ചെക്ക് ലിസ്റ്റും പ്ലാനേഴ്സും സ്റ്റഡി ആപ്സും ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ടൈംസ് അതിന് സ്കെഡ്യൂൾ ചെയ്ത് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. So that is the way how we have to handle the time management of our study contents. Thank you.